ഷീല. പേരിത്തിരി പഴയതാണെങ്കിലും മുഖത്തിരി പുതിയതല്ലടാ. നോക്ക് ഇങ്ങോട്ട് തന്നെ നീ നോക്കാറായിട്ടില്ലേ നീ ചെറുക്കണ. ഇപ്പൊ പഴയ പേരടാ ഫാഷൻ. ജാതകപ്പൊരുത്തമുണ്ട്. രണ്ട് ദോശകളുടെ മാവേ ഉള്ളിനി. ആക്രാന്തം കാണിച്ചു വെറുതെ. അമ്മയുടെ ചമ്മന്തിയാ ഉഗ്രൻ. പ്ലീസ്. എനിക്കിഷ്ടം അമ്മയുടെ മോര് കൂട്ടാനാ. അമ്മേനെ മോര് ചാന്നാ ഈ മോഹനാട്ടം കളിയാക്കി വിളിക്കണേ. ആര് വിളിച്ചു? ആ പൂജാമുറിയിൽ ഇരുന്ന തീപ്പെട്ടി എവിടെയാ? ആവൂ, പൂജാമുറിയിലത്തെ തീപ്പെട്ടി അടുക്കളയിൽ ഉപയോഗിക്കുന്നത് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്യാസ് ഒന്ന് കത്തിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഗുരുവായൂരപ്പം വന്ന് കത്തിച്ചു തരുമോ? ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? ഒരു ഗുരുവായൂരപ്പനും തീപ്പെട്ടിയും മോരിശാന്ത് എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇത്? എന്താ എന്റെ അവർക്ക് എന്താ? അതെ, സുധിയുടെ പെണ്ണ് കാണലിന്റെ കാര്യം അച്ഛാ. അതല്ലേ അവനോട് തീരുമാനം എടുത്തോളാം ഞാൻ പറഞ്ഞല്ലോ. കുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് പോയി അങ്ങോട്ട് കാണാം. അല്ലാണ്ട് വെറുതെ അവരെ ബോംബെന്ന് വരുത്തി ബുദ്ധിമുട്ടിക്കണ്ട. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഒറ്റപ്പാലത്തുള്ള അമ്മ വീട്ടിൽ 12-ാം തീയതി ആ കുട്ടി വരുമെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ അങ്ങോട്ട് മറന്നു. ആദ്യം സ്വന്തം മോന്റെ കാര്യം നോക്കൂ, എന്നിട്ട് മതി ദൈവത്തിന്റെ കാര്യം. എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല അല്ലേ? ഏപ്രിൽ ആകുമ്പോഴേക്കും ആ കുട്ടിയുടെ കോഴ്സ് കഴിയും. കല്യാണം കഴിഞ്ഞാൽ കുറുപ്പ് സാറിനോട് പറഞ്ഞിട്ട് നിന്റെ സ്കൂളിൽ തന്നെ ഒരു ജോലി വാങ്ങി കൊടുക്കാമല്ലോ. പിന്നെ അവര് നമ്മുടെ അത്ര തറവാടികളൊന്നുമല്ല. നിനക്ക് നല്ലോണം ബോധിച്ചെങ്കിൽ മാത്രം മതി കേട്ടോ. എനിക്കിത് കേൾക്കുമ്പോഴാ ഞാൻ കല്യാണം കഴിക്കുന്ന ഡിമാൻഡ് അച്ഛൻ അറിയാലോ. ഞാൻ ജീവിതത്തിൽ ആകെ ഒരു പെൺകുട്ടിയെ കാണുള്ളൂ. അത് ശരിയായില്ല ഞാൻ പിന്നെ കല്യാണം കഴിക്കില്ല. പിന്നെ എന്ത് പിന്നെ? ആഴ്ചയിൽ നിന്നെ പോലെ പെണ്ണ് കണ്ട് കിടക്കലല്ലേ എൻ്റെ പണിയെന്നല്ലേ? നീ വേഗം വന്നേ, 3 മണിക്കാ ഷോ. മോനെ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, അങ്ങനെ 4 ആശ്രമങ്ങളാണ് ഒരു മനുഷ്യന്റെ ആയുസ്സിൽ. ഗാർഹസ്ഥ്യം ഒരു പീഡനാണെങ്കിലും അത് അനുഭവിക്കേണ്ട അവസ്ഥ തന്നെയാണ്. അയ്യടാ, മോനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു വേദാന്തം നിങ്ങളന്ന് പോയി പൂജിക്കുന്നുണ്ടോ? എടാ മോനെ, ദിവാകരൻ വരുമ്പോ ഞാൻ എന്താ പറയണ്ടേ? എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്ത് പറയാൻ? എന്റെ കുറവുകളൊക്കെ പറഞ്ഞിട്ടില്ലേന്ന്. എന്നാ പിന്നെ നിന്റെ കുറവുകളെല്ലാം കൂടി ഒരു ലിസ്റ്റ് എഴുതി അവൾക്ക് കൊടുക്ക്. അപ്പോഴേക്കും അവൾക്ക് 2 കുട്ടികളാവും. എന്തായാലും നീ പോയിട്ട് ആദ്യം ആ കുട്ടി ഒന്ന് കാണ്. എന്തായാലും അവർക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല മോനെ. അതെ, എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ഇതൊന്നും നടന്നു കണ്ടാ മതിയായിരുന്നു എൻ്റെ ഭഗവാനെ. ഈ കല്യാണം മരണം എന്നൊക്കെ പറയണത് ഒരു യോഗ. അത് നടക്കേണ്ട സമയമാകുമ്പോ നടക്കും. അയ്യോ, എനിക്ക് തന്നെ ഇടിച്ചങ്ങ് ചാവാനാ തോന്നണേ. രാമ 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 കൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ. സ്കൂളിൻ്റെ ISS സർട്ടിഫിക്കേഷൻ്റെ ചാർജ് എനിക്ക്. അതിൻ്റെ ഓവർലോഡ് നന്നായിട്ടുണ്ടേ. സ്കൂൾസിന് IS ഉണ്ടോ? പിന്നെ ഐ എം ദ ഇംപ്ലിമെന്റേഷൻ ടീം. സംസാരിച്ചോളൂ കേട്ടോ. അമ്മായി, നമ്മുടെ ആളുകളൊക്കെ ഇപ്പോഴും ഭയങ്കര കൺസർവേറ്റീവ് അല്ലേ? ഞാനും കുറേയൊക്കെ അങ്ങനെ തന്നെയാ. പിന്നെ അച്ഛന് ജോലി ബോംബെയിലായോണ്ട് അവിടെ ജീവിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് നാടാ ഇഷ്ടം. അറ്റ് ദ സെയിം ടൈം കരിയറും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അത് ശരിയാ. എനിക്ക് നാട് തന്നെ ഇഷ്ടം. പുറത്തൊക്കെ എന്താ അല്ലേ, കംപ്ലീറ്റ് കൊല, വെടിവെപ്പ്, രോഗങ്ങൾ. അപ്പൊ ഇവിടെ അതൊന്നും ഇല്ലെന്നാണോ? ഉണ്ട്, പക്ഷേ കുറവാണല്ലോ. എനിക്ക് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അച്ഛൻ പറഞ്ഞിരുന്നു. അത് വളരെ നന്നായി. ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ചില സമയത്ത് ഇങ്ങനെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, പിന്നെന്താ. ഷീലയ്ക്ക് മ്യൂസിക്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ? എനിക്ക് ചെറിയ എഴുത്തിൻ്റെ അസുഖം ഉണ്ട് കേട്ടോ. പാട്ട് എഴുതുവോ? ഞാൻ 8ാം ക്ലാസ് വരെ പാട്ട് പഠിച്ചതാ, പിന്നെ ബോറടിച്ചു. ഓ ശരിക്കും? എൻ്റെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഡയഗ്നോസ് ചെയ്ത് പിന്നെ ഇവളുടെ കാര്യം ഓർക്കുമ്പോൾ ടെൻഷനാണ്. ഇവൾക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എല്ലാവരുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാ. ചുറ്റിലും ഒരുപാട് പേര് സഹായിക്കാണ്ടെന്നുള്ളതൊക്കെ വെറും ഒരു തോന്നലാ. അതും ശരിയാ. പക്ഷേ എനിക്കില്ല രാജേ. എന്നാ പിന്നെ നമുക്കങ്ങോട്ട് ഇറങ്ങല്ലേ സുധി? സുധി പണ്ട് കുറച്ചു കാലം ബോംബെയിലായിരുന്നു അല്ലേ? അച്ഛൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഇറങ്ങട്ടെ എന്നാ. നൈസ് മീറ്റിംഗ്. നൈസ് മീറ്റിംഗ്. എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു,
എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു? അവളൊരു പുതിയ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സുധിയെ കാണിക്കുന്ന കാര്യ. സുധിയുടെ മുഖത്തിന്റെ ഒരു തെളിച്ചില്ലാത്ത ആ കല്യാണാലോചന മുടങ്ങിയതിന്റെ വിഷമഭാവത്തിന് അത് ഇതുവരെ മാറിയിട്ടില്ല. അതെന്താ പറ്റിയേ? സമ്മതമാണെന്ന് സുധിയുടെ അച്ഛൻ പെൺവീട്ടുകാരെ വിളിച്ച് പറഞ്ഞു. പെൺവീട്ടുകാരുടെ ഭാഗത്തൊന്നും പിന്നെ റെസ്പോൺസ് ഒന്നുമില്ല. മാഡം ഇനി അതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. കല്യാണം എന്നൊക്കെ പറയുന്ന ഒരു യോഗ. സതീഷിന്റെ എന്റെയും തന്നെ കാര്യം കണ്ടില്ലേ? ഞങ്ങൾ ഡിവോഴ്സ് ആയെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും പലർക്കും ബുദ്ധിമുട്ടാ. അത്രയ്ക്കായിരുന്നു അത്ര പൊരുത്തം. ഈ സെന്റ് സ്റ്റീഫൻസിലേക്ക് ജോലി കളഞ്ഞ മാഡം നമ്മുടെ സ്കൂളിൽ വന്ന് എനിക്ക് കോമഡി ആയിട്ട് തോന്നുന്നു. ഈ കുറിപ്പിനെയൊക്കെ എങ്ങനെ സഹിക്കുന്നു? ഇവളുടെ +2 കഴിയുന്നവരെങ്കിലും എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. ഇവിടെ ആകുമ്പോൾ ഒരു നോർമൽ സ്കൂളിൽ പഠിക്കാമല്ലോ. ഡൽഹിയിലായിരുന്നപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ പ്രോബ്ലം. എൻ്റെ ഇനിയുള്ള കരിയറൊക്കെ ഇവളെ ചുറ്റിപ്പറ്റിയേ ഉള്ളൂ. താരമുള്ളോട് ശ്രുതിക്കുള്ള അടുപ്പത്തിന്റെ കാര്യം ഇപ്പഴാ എനിക്ക് മനസ്സിലായേ. മിണ്ടണ്ടല്ലോ അല്ലേ? ഒരു മിനിറ്റ്. എന്താ? ഒന്നും വന്നേ. എന്നെ ചീത്ത പറയാനല്ലേ വിളിപ്പിച്ചേ? സ്ഥലകാല ബോധിയില്ലാണ്ട് ഇങ്ങനെ ഓരോന്ന് പറയണത് എൻ്റെ ഒരു കുഴപ്പാ. സോറി. ഏയ്, നിർമ്മലയുടെ ഈ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരുപാട് നാളായി പറയണമെന്ന് വിചാരിച്ച് മനസ്സിങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. പറഞ്ഞോളൂ. എനിക്കിഷ്ടമാണ്. എന്നെയോ? അതിനെന്താ നിർമ്മലയ്ക്കൊരു കുഴപ്പം? ഒന്ന് പോ ഗ്രീഗ. ഗ്രീഗൻ എന്താ വട്ടായോ? ഒരുപാട് ആലോചിച്ച് ചോദിക്കുന്നത്. എൻ്റെ ആഗ്രഹം സിനിമ, അഭിനയം ഒക്കെ എന്നറിയാലോ. ഭാവി എന്താന്ന് ഒരു രൂപമില്ല. അതൊക്കെ അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിർമ്മലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? പാതിരാത്രിക്ക് റോഡിനരികിൽ കിടന്നുറങ്ങുന്ന പാവങ്ങളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്നതാണോ അവിടെ ഇരുന്ന പേസ്റ്റ് എവിടെയാ? ഇപ്പൊ രാത്രി പല്ലി വെച്ചില്ലെങ്കിൽ എന്താ? പല്ലി വെക്കേണ്ട കിടന്ന് എനിക്ക് ഉറക്കം വരില്ല എന്ന് എനിക്കറിയില്ലേ. നിങ്ങളിന്ന് ഉറങ്ങണ്ട. ഒന്ന് മാറി നിൽക്കൂ, ഞാൻ ഒന്ന് കാണട്ടെ. നിങ്ങളുടെ മകളെയാണ്. ഹലോ ഹലോ, ഞാൻ ബോംബെന്ന് ബാലകൃഷ്ണനാ. മനസ്സിലായോ? ആ മനസ്സിലായി. ശീലരാച്ചനല്ലേ? എഴുന്നേക്കടാ. അത് ശരി. ആ അങ്ങനെ ആയിക്കോട്ടെ. ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ട് വിളിക്കാം. ശരി, സന്തോഷം. എന്താ? അയാൾക്ക് പെട്ടെന്ന് ബോംബെക്ക് പോണ്ടി വന്നു അത്രേ. ഓ, എന്നിട്ട് എന്താ പറഞ്ഞേ? അതവർക്ക് സമ്മതാത്രേ.